students, welcome back to my class. So today we were going to discuss about the preparations for electron microscopy. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിക്ക് വേണ്ടി ക്വസ്റ്റൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് ആകുമ്പോൾ കുറച്ച് മെത്തേഡ്സിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് മെത്തേഡ്സ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ electron microscopy requires special methods of specimen preparation which are different from those of light microscopy, and they include fixation, dehydration, embedding, sectioning, staining, freeze fracturing, freeze etching and mounting. Okay, ഇത്തരം ടെക്നിക്സ് പുതിയതായിട്ട് വരുന്നുണ്ട് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ. ചില ടെക്നിക്സ് ഒക്കെ ഫ്രീസ് ഫ്രാക്ചറിങ്ങും ഫ്രീസ് എച്ചിങ്ങും ഒക്കെ അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Fixation, dehydration and embedding. The fixation of specimen in electron microscopy must be very carefully done without altering the structure of cells and tissues. അതായത് നമ്മൾ അത്രയും ഡെലിക്കേറ്റ് ആയ ഡിഷ്യൂസിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്ട്രക്ചറിലോ സെൽസിന്റെ ടിഷ്യൂസിന്റെ സ്ട്രക്ചർ ഒന്നും ചേഞ്ച് ചെയ്യാതെ ഒരു ഓൾട്ടറേഷൻ വരാതെ വേണം നമ്മൾ ഫിക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് ഓസ്മിയം ടെട്രോക്സൈഡ്, ഗ്ലൂട്ടറാൾഡിഹൈഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ബഫേർഡ് ഫോമാൾഡിഹൈഡ് ഒക്കെ യൂസ് ചെയ്യും. ഈ ഫിക്സേറ്റീവ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫിക്സേഷന്റെ കാര്യം പറയാനുള്ളത്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ബൈ ട്രീറ്റിംഗ് സ്പെസിമെൻ വിത്ത് at first it is treated with ethanol or acetone and then by propylene oxide. ആദ്യം അസറ്റോണോ എത്തനോളോ വെച്ച് ട്രീറ്റ് ചെയ്യും, അതിന് ശേഷം പ്രൊപ്പലിൻ ഓക്സൈഡിൽ ട്രീറ്റ് ചെയ്യും. സിക്സ് വെരി തിൻ സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം അത്രയും തിൻ സെക്ഷൻസ് ആണ് ആവശ്യം. അതുകൊണ്ട് എക്സ്ട്രീംലി തിൻ ആൻഡ് ഹാർഡ് എംബഡി മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. അത് ഇവിടെ യൂസ് ചെയ്യുന്ന എംബഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സ്, അരാൾഡൈറ്റ്, എപ്പോക്സി റെസിൻസ്, മെത്താക്രിലേറ്റ് എക്സെട്ര. നമ്മൾ അവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്തിരുന്നത് പാരഫിൻ വാക്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ ചേഞ്ച് ഉള്ളത് പ്ലാസ്റ്റിക്സ്, അരാൾഡൈറ്റ്, എപ്പോക്സി വാക്സിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എംബഡി മെറ്റീരിയൽ ഇസ് അലൗഡ് ടു പെനട്രേറ്റ് സാമ്പിൾ. ആ സാമ്പിളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എംബഡി മെറ്റീരിയൽ. നെക്സ്റ്റ് വരുന്നത് സെക്ഷനിങ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാ മൈക്രോട്ടോമിയാണ്. അവിടെ നമ്മൾ മൈക്രോട്ടോമി യൂസ് ചെയ്തു, പക്ഷേ ഇവിടെ അൾട്രാ മൈക്രോട്ടോംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ultra microtomes are used for taking extremely thin sections of materials that are embedded in plastics, synthetic resins, etc. ഈ മൈക്രോട്ടോംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നൈഫ്സ്, അതിന്റെ നൈഫ്സ് എന്ന് പറയുന്നത് ഗ്ലാസ് നൈഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയമണ്ട് എഡ്ജ് നൈഫ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അവിടെ നമ്മൾ സ്റ്റീൽ നൈഫാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഗ്ലാസ് നൈഫ് അല്ലെങ്കിൽ ഡയമണ്ട് എഡ്ജുള്ള നൈഫാണ് ഉണ്ടാവുക. സെക്ഷൻസ് fall from the knife edge to water and they are collected, dried and staged. അങ്ങനെ സെക്ഷൻസ് ഇങ്ങനെ നൈഫ് എഡ്ജിൽ നിന്ന് താഴെ വീഴുന്നത് വാട്ടറിൽ ഒരു ട്രെയിൽ വീഴും, വാട്ടറിലേക്ക്. അതിന് എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്യും, ഡ്രൈ ചെയ്യും, പിന്നീട് സ്റ്റെയിൻ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് അൾട്രാ മൈക്രോട്ടോം എന്ന് നോക്കാം. അൾട്രാ മൈക്രോട്ടോം എന്ന് പറയുന്നത് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആയ ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചറിനായാലും ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വൈബ്രേഷൻസിനൊക്കെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കെപ്റ്റ് ചെയ്യുന്ന കീപ്പ് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ റൂമിൽ, വേറെ ഡിസ്റ്റർബൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു റൂമിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓഫൺ അൾട്രാ മൈക്രോട്ടോം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ടു മോണിറ്റർ ദ ഡെലിക്കേറ്റ് ഓപ്പറേഷൻ ഓഫ് സെക്ഷനിങ്. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ ഒരു ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കൂടി ഉണ്ടായിരിക്കും ഈ മൈക്രോട്ടോമിന്റെ കൂടെ തന്നെ, അൾട്രാ മൈക്രോട്ടോമിന്റെ കൂടെ. ആൻഡ് ഓൾസോ അത് വർക്ക് ചെയ്യുന്നത് ഒന്നുകിൽ മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മെക്കാനിസം വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു അൾട്രാ മൈക്രോട്ടോം. കണ്ടോ, ഒരു ബൈനോക്കുലറും കൂടി അതിന്റെ കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അൾട്രാ മൈക്രോട്ടോമിന്റെ കൂടെ. ഓക്കെ, ഇനി എന്താണ് ഫ്രീസ് ഫ്രാക്ചറിംഗ് നോക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ദ ഫ്രീസിംഗ് ആൻഡ് ഫ്രാക്ചറിംഗ് ഓഫ് എ ബ്ലോക്ക് ഓഫ് ഫിക്സർ ഓർ ലീവിംഗ് ടിഷ്യൂ. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് ലീവിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക് ടിഷ്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്ലോക്ക് ഓഫ് ഫിക്സർ അല്ലെങ്കിൽ ലീവിംഗ് ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീസിംഗ് അതുപോലെ തന്നെ ഫ്രാക്ചറിംഗ് ചെയ്യുക. അതിനാണ് ഫ്രീസ് ഫ്രാക്ചറിംഗ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് ആർ റാപ്പിഡ്ലി ഫ്രോസൺ ബൈ ഇമേഴ്സിംഗ് ഇൻ ലിക്വിഡ് നൈട്രജൻ. അപ്പൊ രണ്ട് പ്രോസസ് ഉണ്ട്, ഫ്രീസ് ചെയ്യുക, ഫ്രാക്ചർ ചെയ്യുക. അപ്പൊ ആദ്യം ഫ്രോസൺ ചെയ്യുന്നത് എന്തിലാണ്, അതിനെ ഇമേഴ്സ് ചെയ്യുക ഇൻ ലിക്വിഡ് നൈട്രജൻ. Freezing does not disturb or damage tissues. And frozen block of tissue നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാക്യൂം ചാമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ഫ്രോസൺ നൈഫ് വെച്ചിട്ട് അതിനെ പങ്ക്ചർ ചെയ്യുക അല്ലെങ്കിൽ ഫ്രാക്ചർ ചെയ്യുന്നു. ഓക്കെ, ഫൈനലി അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാക്യൂമത്തിന്റെ സബ്ലിമേഷൻ, വാട്ടർ സബ്ലിമേഷൻ ചെയ്യുക. During this, fractured surface is shadowed by evaporating heavy metal from one side. അങ്ങനെ നമ്മൾ സബ്ലിമേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെവി മെറ്റൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹെവി മെറ്റൽ കോട്ട് ചെയ്ത സർഫസിന് ഷാഡോഡ് സർഫസ് എന്ന് പറയും. The shadowed surface is then coated with a thick layer of carbon evaporated from above. അവിടെ thick layer of carbon കൂടി കോട്ട് ചെയ്യും. This carbon layer forms an supporting backing. ഇതിനൊരു സപ്പോർട്ടിംഗ് ബാക്ക് ഫോം ചെയ്യുന്നത് ഈ കാർബൺ കോട്ടിംഗ് ആണ്.
ആ ടിഷ്യൂ ബ്ലോക്കിന് എന്ത് ചെയ്യും, അങ്ങനെ കാർബൺ ലെയർ ഒക്കെ ഉള്ള കോട്ട് ചെയ്തിട്ടുള്ള ടിഷ്യൂ ബ്ലോക്കിന് നമ്മൾ വാക്വത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആസിഡിനെ ട്രീറ്റ് ചെയ്യും. ആ ടിഷ്യൂ അതിന് ഡിസോൾവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആസിഡിനെ ട്രീറ്റ് ചെയ്യും. ആൻഡ് ദിസ് ലീവ്സ് എ 3-dimensional replica ഓഫ് എ ഫ്രാക്ചർഡ് സർഫേസ്. അപ്പൊ നമുക്കൊരു ആ ഫ്രാക്ചർഡ് സർഫേസിന്റെ 3-dimensional replica കിട്ടും. അത് പിന്നീട് നമ്മളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഒരു മെത്തേഡാണ് കാണിച്ചുള്ളത്. സ്പെറിക്കൽ പാർട്ടിക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് പ്രൊപ്പൈൻ വെച്ചിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇമേഴ്സ് ചെയ്യുന്നു, അങ്ങനെ ഫ്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രാക്ചർ ചെയ്യുന്നു നൈഫ് വെച്ചിട്ട്. അതിന്റെ മുകളിൽ പ്ലാറ്റിനം അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഷാഡോ ചെയ്യുന്നു. ഡെപ്പോസിഷൻ ഓഫ് പ്ലാറ്റിനം അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി അതിന്റെ മുകളിൽ ഷാഡോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡെപ്പോസിഷൻ ഓഫ് കാർബൺ, അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് ആ റെപ്ലിക്ക ഫിലിംസിനെ വാഷ് ചെയ്യുക. ആൻഡ് കളക്ഷൻ ഓഫ് റെപ്ലിക്ക ഫിലിംസ് ആണ് TEM. ഓക്കെ, പിന്നീട് അതിനെ ആ റെപ്ലിക്ക ഫിലിംസിനെ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഫ്രീസ് ഫ്രാക്ചറിംഗ് ടെക്നിക്ക്. ഇനി എന്താണ് ഫ്രീസ് എച്ചിങ്? ഇൻ ഫ്രീസ് എച്ചിങ് എന്താണ്, the material is first treated with 20% glycerol and then frozen to -100 degrees Celsius. ഇവിടെ ഗ്ലിസറോൾ ട്രീറ്റ് ചെയ്യും 20% ഗ്ലിസറോളില്. പിന്നീട് അതിനെ -100 ഡിഗ്രിയിലേക്ക് ഫ്രോസൺ ചെയ്യും. It is then mounted on a chilled holder and splintered with a knife. അതിന് പിന്നീട് ചിൽഡ് ഹോൾഡറിൽ നമ്മൾ മൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിന് സ്പ്ലിന്റർ ചെയ്യുക നൈഫ് വെച്ചിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്രോസ് സെക്ഷൻസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന സ്പ്ലിന്റേഡ് മെറ്റീരിയലിനെ സൂൺ ഫ്രീസ് ഡ്രൈ ചെയ്യുന്നു. ആൻഡ് അതിന്റെ മുകളിൽ പ്ലാറ്റിനം ആൻഡ് കാർബൺ കോട്ടിങ് കൊടുക്കുന്നു ഒരു വാക്വത്തിൽ വെച്ചിട്ട്. ഓക്കെ, ഈ ഫ്രീസ് ഡ്രൈ മെറ്റീരിയൽ നമ്മൾ പിന്നീട് വാട്ടറിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ റെപ്ലിക്കാസ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. പിന്നീട് അതിനെ വാഷ് ചെയ്യും. ഒരു ബേസ് സൊല്യൂഷൻ വെച്ചിട്ട് അതിനെ വാഷ് ചെയ്യും. ആ സെല്ലുലാർ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് സൊല്യൂഷനിൽ ട്രീറ്റ് ചെയ്യും. ഐസൊലേറ്റഡ് റെപ്ലിക്ക ഈസ് മൗണ്ടഡ് ഓൺ എ ഗ്രിഡ് ആൻഡ് ഡ്രൈഡ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, അതിനെ ആ ഐസൊലേറ്റഡ് റെപ്ലിക്കനെ മൗണ്ട് ചെയ്യും ഗ്രിഡില്. പിന്നീട് അതിനെ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യും. ദ റെപ്ലിക്ക ഗീവ്സ് ദ ഔട്ട്ലൈൻ ഓഫ് വാരിയസ് സെല്ലുലാർ കമ്പോണൻസ്. അപ്പൊ നമുക്ക് സെല്ലുലാർ കമ്പോണൻസ് ക്ലിയർ ആയിട്ട് കൂടെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലുള്ള സ്റ്റെയിനിങ് ടെക്നിക്സ് നോക്കാം. ഓക്കെ, യൂഷ്വലി നമ്മൾ സ്റ്റെയിൻസ് യൂസ് ചെയ്യാറുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ സ്റ്റിൽ ചില ഇനോർഗാനിക് സ്റ്റെയിൻസ് സംടൈംസ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, സെൽ കമ്പോണൻസിന്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി 3 ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ദേ ആർ ഹെവി മെറ്റൽ ഷാഡോ കാസ്റ്റിംഗ് യൂസ് ചെയ്യും, നെഗറ്റീവ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രോൺ സ്റ്റെയിനിങ്. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹെവി മെറ്റൽ ഷാഡോ കാസ്റ്റിംഗ് നോക്കാം. ഷാഡോ കാസ്റ്റിംഗിൽ ഒരു പീസ് ഓഫ് ഹെവി മെറ്റൽ, ക്രോമിയം ആവാം, പലേഡിയം ആവാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ആവാം, യുറേനിയം ആവാം, അതെന്ത് ചെയ്യാം, ഇവാപറേറ്റഡ് ഓൺ വൺ സൈഡ് ഓഫ് എൻ ഇവാക്യുവേറ്റഡ് ചേംബർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻകാൻഡസെന്റ് ടങ്സ്റ്റൺ ഫിലമെന്റ്. A shadow is formed on other side and this increases the contrast. This method is usually employed for observing DNA, RNA and viruses. Okay, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഹെവി മെറ്റൽ ക്രോമിയോ പലേഡിയം പ്ലാറ്റിനം പോലത്തെ ഹെവി മെറ്റൽ എന്ത് ചെയ്യുക, ഇവാപറേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ എന്ത് ചെയ്യുക, അത് കോട്ട് ചെയ്യാണ് ഒരു ഇൻകാൻഡസെന്റ് ടങ്സ്റ്റൺ ഫിലമെന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഷാഡോ നമുക്ക് എന്ത് ചെയ്യും, ആ ഷാഡോ അതിൽ വരുന്ന സമയത്ത് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ DNA, RNA, വൈറസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഡോ കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു മെത്തേഡാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്താ വെച്ചാൽ സ്പെസിമെൻ ഈസ് എംബഡഡ് ഇൻ ആൻ ഇലക്ട്രോൺ ഡെൻസ് മെറ്റീരിയൽ സച്ച് ആസ് ഫോട്ടോ ടങ്സ്റ്റേറ്റ്. അതായത് സ്പെസിമെനെ നമ്മൾ ഫോട്ടോ ടങ്സ്റ്റേറ്റ് പോലുള്ള ഒരു മെറ്റീരിയലിൽ എംബഡ് ചെയ്യും. ആ മെറ്റീരിയൽ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സ്പെസിമെന്റെ എംപ്റ്റി സ്പേസസ് ഉണ്ടായിരിക്കുമല്ലോ, മാക്രോമോളിക്യൂൾസ് ഇടയിലുള്ള എംപ്റ്റി സ്പേസിലേക്ക് പെനട്രേറ്റ് ചെയ്യും. ഈ മെറ്റീരിയൽ ഫോട്ടോ ടങ്സ്റ്റേറ്റ് എന്ത് ചെയ്യും, പെനട്രേറ്റ് ചെയ്യും. ആൻഡ് അങ്ങനെ സ്പേസസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡാർക്ക് ആയിട്ട് നിൽക്കും. മാക്രോമോളിക്യൂൾസ് ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കും. ഈ പെനട്രേറ്റ് ചെയ്തുള്ള ഭാഗം എന്ത് ചെയ്യും, ഡാർക്ക് ആയിട്ട് നിൽക്കും. ദിസ് മെത്തേഡ് ഇസ് എംപ്ലോയ്ഡ് ഇൻ സ്റ്റഡി ഓഫ് വൈറസസ് ആൻഡ് മാക്രോമോളിക്യൂൾസ്. നമ്മൾ വൈറസിനെ സ്റ്റഡി ചെയ്യാനും മാക്രോമോളിക്യൂൾസിന്റെ സ്റ്റഡിയിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇലക്ട്രോൺ സ്റ്റെയിനിങ്. ഇൻ ഇലക്ട്രോൺ സ്റ്റെയിനിങ് സം സ്പെഷ്യൽ ഇലക്ട്രോൺ സ്റ്റെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. സച്ച് ആസ് ലെഡ് യുറാനിൽ അസറ്റേറ്റ്, ഫോട്ടോ ടങ്സ്റ്റേറ്റ്, ഹെവി ആറ്റംസ് ഓഫ് ഓക്സിജൻ ടെട്രോക്സൈഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അവരെന്താ ചെയ്യുന്നത്, മാക്രോമോളിക്യൂൾസ് സെലക്റ്റീവ് റീജിയനിലെ മാക്രോമോളിക്യൂൾസ് ബൈൻഡ് ചെയ്യും. ആസ് എ റിസൾട്ട് അങ്ങനത്തെ റീജിയൻസ് ഡാർക്ക് ആയിട്ട് നിൽക്കും. ഓൾസോ ദിസ് ബൈൻഡിങ് പ്രൊവൈഡ്സ് മെറ്റീരിയൽ ആറ്റോമിക് ഡെൻസിറ്റി ഫോർ സ്കാറ്ററിംഗ് ഇലക്ട്രോൺ ബീംസ്. ഇലക്ട്രോൺ ബീംസിനെ സ്കാറ്റർ ചെയ്യാനുള്ള ആറ്റോമിക് ഡെൻസിറ്റിയും കിട്ടുന്നുണ്ട് ഇങ്ങനെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതാണ് ഇലക്ട്രോൺ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ടെക്നിക്കാണ് എന്ത്, മൗണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മൗണ്ടിങ് ഈസ് ഡൺ ഓൺ എ പെർഫറേറ്റഡ് മെറ്റാലിക് ഡിസ്ക്. മോസ്റ്റ്ലി കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
കോൾഡ് ഗ്രിഡ്. അവിടെ ആ ഡിസ്കിന് നമ്മൾ ഗ്രിഡ് എന്നാണ് പറയാ. ആ മൗണ്ടിങ് ചെയ്യുന്നത് ഒരു മെറ്റാലിക് ഡിസ്കിന്റെ മുകളിലാണ്. ഗ്രിഡ് എന്ന് പറയുന്നതിന് മൗണ്ടിങ് മീഡിയം ഇൻക്ലൂഡ്സ് ഫോംവർ, അതുപോലെ തന്നെ നൈട്രോസെല്ലുലോസ്, കൊളോഡിയോൺ, പോളിമറൈസ്ഡ് പ്ലാസ്റ്റിക് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മൗണ്ടിങ് മീഡിയം. ദ ഗ്രിഡ് ഇസ് എ തിൻ 3 mm ഡയമീറ്റർ സർക്കുലർ ഡിസ്ക് ആയിരിക്കും, കോട്ടഡ് വിത്ത് എ തിൻ ഫിലിം ഓഫ് കാർബൺ വിച്ച് മേ ഗീവ് എക്സ്ട്രാ സപ്പോർട്ട് ടു മൗണ്ടിങ് മീഡിയം. ഒരു 3 mm ഡയമീറ്റർ ഉള്ള സർക്കുലർ ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മുകളിൽ ഒരു തിൻ ഫിലിം ഓഫ് കാർബൺ ഉണ്ടായിരിക്കും. അതൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഗ്രിഡാണ് ഇവിടെ യൂസ് ചെയ്യുക മൗണ്ടിങ്ങിന്. ഗ്രിഡിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, അത് സപ്പോർട്ട് ചെയ്യും, മെറ്റീരിയലിന്റെ തിൻ സെക്ഷൻസ് ആയിരിക്കുമല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യും. അത് കൂടാതെ ആൻഡ് ഓൾസോ പെർമിറ്റ്സ് ഇലക്ട്രോൺ ടു പാസ് ത്രൂ ഇറ്റ്സ് പോർസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇമേജ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇമേജ് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നുണ്ട്. അതിനെ പെർമിറ്റ് ചെയ്യും ഈ ഗ്രിഡ്. ഓക്കെ, ഫോർ ഒബ്സർവേഷൻ ദ ഗ്രിഡ് വിച്ച് carries the material is inserted in between the electromagnetic condenser and the objective coils of an electron microscope. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രിഡ് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ ഉള്ള ഗ്രിഡിനെ നമ്മൾ ഇലക്ട്രോൺ മാഗ്നറ്റിക് കണ്ടൻസറിൽ വെക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് കോയിൽസിൽ അതിനെ വെക്കും, ഈ ഗ്രിഡിനെ. ഓക്കെ, അത്രയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ട പ്രിപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, എംബഡിങ് പറഞ്ഞു. അതിനുശേഷം സെക്ഷനിങ്, അവിടെ അൾട്രാ മൈക്രോടോം ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫ്രീസ് ഫ്രാക്ചറിങ് ടെക്നിക് എന്താണ്, പിന്നെ ഫ്രീസ് എച്ചിങ് എന്താണെന്ന് പറഞ്ഞു. ആ ഫ്രീസ് ഫ്രാക്ചറിങ് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇറ്റ് ഗീവ്സ് 3 dimensional ഇമേജസ് ഓഫ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ്. അത് 3 dimensional ഇമേജസ് തരും സെല്ലുലാർ സ്ട്രക്ചേഴ്സിന്റെ. അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷനിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ കൂടാതെ നമുക്ക് ബയോ മെംബ്രെയിൻസിന്റെ ഒക്കെ ഓർഗനൈസേഷൻ, മോളിക്കുലർ ഓർഗനൈസേഷൻ ഒക്കെ സ്റ്റഡി ചെയ്യാൻ ഫ്രീസ് ഫ്രാക്ചറിങ് നല്ലൊരു ടെക്നിക്കാണ്. അപ്പൊ ഫ്രീസ് ഫ്രാക്ചറിങ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഫ്രീസ് എച്ചിങ്ങിന്റെ പറഞ്ഞു, പിന്നെ സ്റ്റെയിനിങ് ആണ് പറഞ്ഞത്. അത് 3 തരത്തിൽ ചെയ്യാം: ഹെവി മെറ്റൽ ഷാഡോ കാസ്റ്റിംഗ്, നെഗറ്റീവ് സ്റ്റെയിനിങ് ആൻഡ് ഇലക്ട്രോൺ സ്റ്റെയിനിങ്. ലാസ്റ്റ് പറഞ്ഞത് മൗണ്ടിങ് ആണ്. അത്രയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ട പ്രിപ്പറേഷൻസ്. ഓക്കെ, താങ്ക് യു.